മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 7, 25 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെ അല്ലേ അവൻ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം, എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അവിടുത്തെ അറിയാം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു. അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ ആരാണെന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ സ്വമേധയാ വന്നതല്ല, എൻ്റെ പിതാവ് എന്നെ അയച്ചതാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഈശോയ്ക്കറിയാം ഈശോ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു. ഇത് നമുക്ക് നൽകുന്ന സൂചന, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ഒരു കോഇൻസിഡൻസ്, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന വ്യക്തികളാണെങ്കിലും, നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും, നമ്മളിവിടെ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നുവെങ്കിലും ഇതിൻ്റെ എല്ലാം പിമ്പിൽ ഒരു പദ്ധതിയുണ്ട്. ഇതെല്ലാം ദൈവ നിശ്ചയമാണ്. ഈശോ ലോകത്തിലേക്ക് വന്നതും ലോകത്ത് ജീവിച്ചതും അത് പിതാവിൻ്റെ നിശ്ചയപ്രകാരമാണ്, പദ്ധതി പ്രകാരമാണ് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നാളെ നമ്മൾ ഈ ലോകത്തു നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ ക്ഷണിക്കുകയാണ് തിരുസഭ. നിന്റെ പദ്ധതി, നീ ലോകത്തിലേക്ക് വന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ് നീ ഇവിടെ ജീവിക്കുന്നതെന്നും അതനുസരിച്ചാണ് ഓരോ ദിവസവും നീ മുന്നേറേണ്ടതെന്നും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ നിനക്ക് സാധിക്കണമെന്നും തിരുസഭ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ കന്യകാമറിയമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു. അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. നമുക്കും അതിന് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് അപേക്ഷിക്കാം. ഈ നോമ്പുകാലത്തിൽ പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.